കോട്ടയം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം കുമരകത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ എവർക്കും മനസ്സിലാവും മത്സ്യകൃഷിക്കും ഒപ്പം തന്നെ പ്രാധാന്യമുള്ളൊരു മേഖലയാണ്. പ്രത്യേകിച്ച് ബണ്ടുകളും ചാലുകളും നിറഞ്ഞ ഈ ഭൂപ്രകൃതിയിൽ മത്സ്യകൃഷിക്ക് ഏറെ അനുയോജ്യമായ ഒരു പ്രദേശം കൂടിയാണ്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ പ്രദർശന യൂണിറ്റുകൾ, പ്രത്യേകിച്ച് ബയോഫ്ലോക്ക് കൃഷിരീതി, നൂതന കൃഷിരീതികളൊക്കെ തന്നെ കർഷകരെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ബയോഫ്ലോക്ക് കൃഷിരീതി, അതേപോലെ തന്നെ അക്വാപോണിക്സ് എന്നിവയുടെ പ്രദർശന യൂണിറ്റുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ പൂർണ്ണ സാമ്പത്തിക സഹായത്തോടെ കൂടിയാണ് ഈ ഒരു ബയോഫ്ലോക്കിൻ്റെ ഡെമോൺസ്ട്രേഷനും അതേപോലെ തന്നെ അക്വാപോണിക്സിൻ്റെ ഡെമോൺസ്ട്രേഷനും ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. ബയോഫ്ലോക്ക് മത്സ്യകൃഷി രീതിയിൽ മത്സ്യവും മത്സ്യത്തീറ്റയും ഒന്നിച്ച് കൃഷി ചെയ്യുന്നതിനാൽ അവയ്ക്ക് നമ്മൾ നൽകേണ്ടി വരുന്ന കൈത്തീറ്റകളുടെ അളവ് താരതമ്യേന കുറച്ചു കൊണ്ടുവരുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം നമ്മുടെ ജലത്തിൻ്റെ സുസ്ഥിരത, അതായത് ജലത്തിലുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ കൃത്യമായി അത് നീക്കം ചെയ്ത് നല്ല ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ളൊരു ആന്തരിക സംവിധാനം തന്നെയാണ് ബയോഫ്ലോക്ക് യൂണിറ്റിനകത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, മത്സ്യങ്ങളുടെ വളർച്ച ഉറപ്പുവരുത്തുന്നതിനായി നമ്മൾ അവയ്ക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള എയറേഷൻ സംവിധാനം, അതോടൊപ്പം തന്നെ ഫ്ലോക്ക്, അതായത് ഇതിൽ ജലത്തിൻ്റെ ഗുണനിലവാരം കൃത്യമായി പരിഹരിക്കുന്നതിനായിട്ടുള്ള ഏകകോശ മാംസ്യങ്ങളും അവയുടെ പ്രവർത്തനവും നമ്മൾ ഇതിൻ്റെ അകത്ത് സുസജ്ജമാക്കി നിലനിർത്തുന്നുണ്ട്. പരിസ്ഥിതി സൗഹൃദപരമായ മത്സ്യകൃഷിയാണിത് എന്നതിലുപരി നിരവധി ഗുണങ്ങളും ഈ കൃഷിരീതിയിൽ കാണാവുന്നതാണ്. കൃഷിയുടെ ആദ്യാവസാനം വരെ സാരമായ കയറ്റിറക്കുകളില്ലാതെ നിശ്ചിത അളവ് ജലത്തിൽ തന്നെ കൃഷി പുരോഗമിക്കുന്നതിനാൽ ജലസാംക്രമിക രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത കുറവാണ്. വിളപരിപാലനത്തിൽ വരുന്ന കൂലിച്ചിലവുകൾ പരമ്പരാഗത കൃഷിരീതിയേക്കാൾ കുറവാണ്. കൃഷിയിൽ ജലപരിപാലനവും മാലിന്യ പുനഃചംക്രമണവും ആന്തരികമായി പരിഹരിക്കപ്പെടുന്നതിനാൽ ആവാസ വ്യവസ്ഥയിൽ മത്സ്യങ്ങൾ സമ്മർദ്ദങ്ങളില്ലാതെ കഴിയുന്നു. ബയോഫ്ലോക്കിൽ നിന്നും കൃത്രിമ കൈത്തീറ്റകൾ വഴിയും മത്സ്യങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നു. ഉൽപാദന ചിലവ് 15 മുതൽ 20% വരെയും തീറ്റ ചെലവ് 30 മുതൽ 50% വരെയും കുറയ്ക്കുന്നതിനും ബയോഫ്ലോക്ക് മത്സ്യകൃഷി ഉപകാരപ്രദമാണ്. മത്സ്യങ്ങളെ ജീവനോടെ വിപണനം നടത്താമെന്നതും ഭാഗികമായി വിളവെടുപ്പ് നടത്താമെന്നതും വിളവെടുപ്പിനായി പ്രത്യേകം കൂലിച്ചിലവ് വേണ്ടിവരുന്നില്ല എന്നതുമാണ് ഇതിന്റെ മറ്റു ഗുണങ്ങൾ. തുടർ കൃഷിയിൽ വരുന്ന മുന്നൊരുക്ക ചിലവുകളും പരമ്പരാഗത കൃഷിരീതികളേക്കാൾ നന്നേ കുറവാണ്. ഇവ കൂടാതെ ഉയർന്ന വളർച്ചാ നിരക്കുള്ള മത്സ്യങ്ങളെ വളർത്തുന്നതിലൂടെ അധിക വരുമാനം ആർജിക്കുവാനും കഴിയും. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കർഷകർക്ക് പ്രിയപ്പെട്ട ഗിഫ്റ്റ് തിലാപ്പിയ പോലെയുള്ള മത്സ്യ ഇനമാണ് ബയോഫ്ലോക്ക് മത്സ്യകൃഷിക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവയുടെ വളർച്ചാ കാലയളവ് എന്ന് പറയുന്നത് ഒരു 5.5 മാസത്തോളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബയോഫ്ലോക്ക് മത്സ്യ യൂണിറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ വർഷത്തിൽ 2 തവണയെങ്കിലും നമുക്ക് വിളവെടുപ്പ് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതോടൊപ്പം നമ്മുടെ കൃഷിയിൽ ആവർത്തന ചെലവുകളായ, അതായത് കുളമൊരുക്കൽ പോലുള്ള ചെലവുകളൊക്കെ തന്നെ നമുക്കൊരു ബയോഫ്ലോക്ക് യൂണിറ്റിൽ വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം ഇത്തരമൊരു യൂണിറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പരിപാലനം എന്ന് പറയുന്നത് നമുക്ക് ലേബർ ചെലവ് ഒഴിവാക്കി ഒരു കൃത്യമായൊരു കർഷകന് സ്വന്തമായി തന്നെ ചെയ്യാവുന്ന രീതിയിലാണ് ഇത് സംവിധാനപ്പെടുത്തിയിരിക്കുന്നത്. അതായത് യൂണിറ്റിലെ വെള്ളത്തിൻ്റെ മാറ്റം ചെയ്യുന്നതിനും അതോടൊപ്പം മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുത്ത് പരിപാലനം ചെയ്യുന്നതിനും ആവശ്യമായ ഇടവേളകളിൽ നമുക്ക് ആ വെള്ളം കയറ്റി ഇറക്കുന്നതിനും എല്ലാം തന്നെ നമുക്ക് ലേബർ ചെലവില്ലാതെ നമുക്കൊരു കർഷകന് തന്നെ നേരിട്ട് ചെയ്യാവുന്ന കൃഷിരീതിയാണ് ബയോഫ്ലോക്ക് യൂണിറ്റിലുള്ളത്. മൺകുളങ്ങളും കൃത്രിമ ടാങ്കുകളും ബയോഫ്ലോക്ക് മത്സ്യകൃഷിക്കായി തിരഞ്ഞെടുക്കാം. പടുത വിരിച്ച കുളങ്ങളാണ് അഭികാമ്യം. കുളങ്ങളുടെ നടുവശത്തേക്ക് കുഴിഞ്ഞു വരുന്ന രീതിയിൽ അടിത്തട്ട് തയ്യാറാക്കി പടുത വിരിച്ച് ഒരു കേന്ദ്ര ഓവുചാൽ സംവിധാനം വഴി അഴുക്കുകൾ നീക്കം ചെയ്യുന്ന രീതിയിലാണ് ഒരുക്കങ്ങൾ നടത്തേണ്ടത്. കുറഞ്ഞത് 680 GSM എങ്കിലും ഘനമുള്ള പടുതകളാണ് ഉപയോഗിക്കേണ്ടത്. ഈ ബയോഫ്ലോക്ക് യൂണിറ്റിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന എയറേഷൻ സംവിധാനം എന്ന് പറയുന്നത് ജലത്തിൻ്റെ ഒരു ചംക്രമണം ഒരു സർക്കുലർ മോഷൻ കിട്ടുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ അതിൻ്റെ നടുവശത്തേക്ക് അടിഞ്ഞുകൂടുന്നൊരു പ്രവണതയോടുകൂടിയവയായിരിക്കും. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ഈ അടിഞ്ഞുകൂടുന്ന മത്സ്യാവശിഷ്ടങ്ങൾ നമുക്ക് ഒരു ചെറിയൊരു പൈപ്പ് സംവിധാനത്തിലൂടെ തുറന്ന് കളയുവാനും അതിലൂടെ ഉണ്ടാകുന്ന ജലനഷ്ടം വീണ്ടും നമുക്ക് പൈപ്പിലൂടെ തന്നെ നിറച്ചു കൊടുക്കുവാനും സാധിക്കുന്നതാണ്.
4 മീറ്റർ വ്യാസവും 1.5 മീറ്റർ ആഴവുമുള്ള 15,000 ലിറ്റർ ജലസംഭരണ ശേഷിയുള്ള ടാങ്കാണ് പ്രദർശനത്തോട്ടം എന്ന നിലയിൽ കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത്. 12,500 ലിറ്റർ ജലസംഭരണ ശേഷിയുള്ള ഈ ടാങ്കിൽ 1,250 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിരിക്കുന്നു. 1 മീറ്റർ സ്ക്വയറിൽ 100 എന്ന അനുപാതത്തിലാണ് മത്സ്യങ്ങളെ നിക്ഷേപിക്കുന്നത്. പ്രദർശനത്തോട്ടം ഒരു മാതൃകാ രീതിയിലായതുകൊണ്ട് നമ്മൾ ഏറ്റവും ചെറിയ ഡയമെൻഷനിലുള്ള ഒരു ടാങ്കാണ് ഇവിടെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. കർഷകർക്ക് അവരുടെ ആവശ്യാനുസരണം 6 മീറ്റർ മുതലുള്ള വലിയ ടാങ്കുകൾ സജ്ജീകരിക്കാവുന്നതാണ്. ഈ കൃഷി യൂണിറ്റ് സ്ഥാപിക്കുമ്പോൾ നമ്മുടെ കർഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യം നമുക്ക് ജലത്തിൻ്റെ ഗുണനിലവാരം കൃഷിയിലുടനീളം നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. രണ്ടാമതായിട്ട് നമ്മൾ സ്ഥാപിക്കുന്ന യൂണിറ്റ് നമുക്ക് ജലലഭ്യത അല്ലെങ്കിൽ ആവശ്യമായ ഇടവേളകളിൽ അതിന് ജലം നിറച്ചു കൊടുക്കാനുള്ളൊരു സംവിധാനവും അതോടൊപ്പം നമുക്കതിലെ അവശിഷ്ടങ്ങളായിട്ടുള്ള വേസ്റ്റ് വെള്ളം പുറത്തിറക്കി നമുക്ക് കൃഷിയിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ സജ്ജീകരിച്ചാൽ നമുക്ക് കാർഷിക വിളകൾക്കും കൂടി ഈ വേസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു അവശിഷ്ടങ്ങൾ അടങ്ങിയ വെള്ളം നമുക്ക് ഒരു ന്യൂട്രിയൻ സോഴ്സായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 3, നമ്മൾ കർഷകർ എപ്പോഴും കൃഷിക്ക് തിരഞ്ഞെടുക്കേണ്ട മത്സ്യങ്ങൾ എന്ന് പറയുന്നത് വളർച്ചാ നിരക്ക് കൂടിയ ഇനം മത്സ്യങ്ങളെയാണ് ഈ കൃഷിക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ അവയുടെ വളർച്ചാ കാലയളവും വളരെ ചുരുങ്ങിയതായാൽ നന്ന്. കാരണം ഒരു വർഷം 2 ക്രോപ്പെങ്കിലും നമുക്ക് ഇത്തരം യൂണിറ്റുകളിൽ നിന്നും ഒരു വിളവെടുപ്പ് നടത്താൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ യൂണിറ്റ് നമുക്കൊരു പ്രോഫിറ്റബിൾ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തിലാപ്പിയ പോലെയുള്ള ഷോർട്ട് ഡ്യൂറേഷൻ അല്ലെങ്കിൽ വളർച്ചാ കാലയളവ് കുറഞ്ഞ മത്സ്യ ഇനങ്ങളെയാണ് ഈ കൃഷി രീതിക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കർഷകർക്ക് ഉയർന്ന ഗുണനിലവാരമുള്ള മത്സ്യസമ്പത്ത് ഉറപ്പിക്കാൻ കഴിയും എന്നതിലുപരി ഉയർന്ന വരുമാന സാധ്യതയും പ്രകൃതി സൗഹാർദ്ദപരമായ ഈ ബയോഫ്ലോക് മത്സ്യകൃഷി വഴി സാധ്യമാകും. കുമരകത്തുള്ള ഈ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ബയോഫ്ലോക് കൃഷിയോട് തൊട്ടടുത്ത് ഒരു അക്വാപോണിക്സ് കൃഷിരീതിയുടെ പ്രദർശനത്തോട്ടവും പരിപാലിക്കുന്നു. കൂടാതെ കേന്ദ്രത്തിന്റെ അകത്തളത്തും മറ്റു കുളങ്ങളിലും ചാലുകളിലുമായി നിരവധി രീതിയിലുള്ള മത്സ്യകൃഷി നടത്തി കർഷകരെയും യുവാക്കളെയും കൃഷിയോടും മീൻ വളർത്തലിനോടും അടുപ്പിക്കുകയാണ് കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം.